ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിൽ ഒരുപാട് വഖഫ് സ്വത്തുക്കളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നൊന്നുമില്ല. ഇവിടെ പ്രളയം ഉണ്ടായല്ലോ. ഇവിടെ പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളുടെ പള്ളി വഖഫ് ഭൂമികൾ ഞങ്ങൾ തുറന്നുകൊടുത്തു. ഇവിടെ മുസ്ലിമുകൾക്ക് കയറി താമസിക്കാം. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദ്രസകൾ ചെരുപ്പൂരിയിട്ട് മാത്രം അവർ കയറുന്ന മദ്രസകളെ അമുസ്ലിം വീടുകളിൽ വളർത്തുന്ന നായകളെ കെട്ടുവാനും പശുവിനെ കെട്ടാനും പോത്തിനെ കെട്ടാനും ഞങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ജലപ്രളയം വന്ന വയനാടും നിലമ്പൂരുമൊക്കെ കണ്ടെത്തുന്ന മൃതശരീരങ്ങളെ വെട്ടിക്കീറിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞങ്ങളുടെ പള്ളിയുടെ ഭാഗങ്ങളും മദ്രസകളും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വഖഫിന്റെ സ്വത്താണ്. ഇനിയും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വഖഫ് സ്വത്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഈ ഉമ്മത്ത് വിട്ടുതരാൻ തയ്യാറാണ്. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വഖഫ് സ്വത്ത് കയ്യേറാൻ ആരെങ്കിലും ഒരുത്തൻ തുനിഞ്ഞു വന്നാൽ കൈകെട്ടി നോക്കി നിൽക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല എന്ന് ഈ ഒരവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ വഖഫിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ RSS പാടുകയാണ്. വഖഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ്. നിങ്ങൾ കഴിച്ചോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. RSSനെ നിങ്ങൾ മറക്കാൻ പാടില്ല. മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല. കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. RSS ഈ രാജ്യത്ത് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ്. ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ RSSനോടൊപ്പം പോയി. ഞങ്ങൾക്കൊരു വിഷമമില്ല. RSSനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ നിങ്ങളെയൊന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, നിങ്ങളെക്കാൾ തന്റേടവും മാനത്വമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് എന്നോടൊപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു കാര്യം എന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇനി ഒരു ദിവസം വരും RSS അവരുടെ കരാരഹസ്തങ്ങൾ നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾ വരണം. അന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ മുസ്ലിമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ക്രൈസ്തവരായ വർഗീയവാദം വെച്ചുകൊണ്ടെന്നവർ മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യത്തിന്റെ മാർഗമാണ്. പ്രിയപ്പെട്ട പ്രവാചകനോട് ഏറ്റവും നല്ല പ്രവർത്തനം എന്തെന്ന് ചോദിക്കും.